ഒരു പരിചയമില്ലാത്ത ഒരു കൂട്ടം പുതിയ മനുഷ്യരുമായിട്ട് നമുക്കൊരു യാത്ര പോയാലോ? ആഗ്രയും ഡൽഹിയും കശ്മീരെല്ലാം എക്സ്പ്ലോർ ചെയ്തു വരുന്ന രീതിയിൽ ഒരു കേരള ടു കേരള കശ്മീർ യാത്ര. യാത്രയുടെ ഡേറ്റ് എന്ന് വെച്ചാൽ ജനുവരി 16 കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി 30 തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ യാത്ര വരുന്നത്. യാത്രയുടെ പ്ലാനിങ് പറഞ്ഞുതരാം. കേരളം നേരെ ട്രെയിനും നേരെ ആഗ്രയിലേക്ക് പോകുന്നു. ആഗ്രയിലെ താജ്മഹലും ആഗ്ര ഫോർട്ടെല്ലാം കണ്ട് പിറ്റേ ദിവസം രാവിലെ നേരെ ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലെത്തിയ ശേഷം കുത്തബ് മിനാറും ജമാ മസ്ജിദും റെഡ് ഫോർട്ടും ഡൽഹിയിലെ മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം അന്ന് രാത്രി നമ്മൾ നേരെ ഡൽഹി നേരെ കശ്മീരിലേക്ക് ട്രെയിന് പോകുന്നു. കശ്മീർ എത്തിയ ശേഷം ഗുൽമർഗും സോനാമർഗും പെഹൽഗാമും ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങും ഷിക്കാറയിലെല്ലാം കഴിഞ്ഞ ശേഷം കശ്മീർ നേരെ വീണ്ടും നമ്മൾ ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിലെത്തിയ ശേഷം ഫ്രഷ് ആയതിനു ശേഷം ഡൽഹിയിലെ മറ്റു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നു. വൈകുന്നേരം നേരെ പർച്ചേസിന് നേരെ സരോജി മാർക്കറ്റിലേക്ക് പോകുന്നു. സരോജി മാർക്കറ്റിലെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ റൂമിൽ നിന്ന് റെസ്റ്റ് എടുത്ത ശേഷം പിറ്റേ ദിവസം രാവിലത്തെ ട്രെയിൻ നേരെ കേരളത്തിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഈ കേരള ടു കേരള യാത്ര വരുന്നത് ഏകദേശം 14 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഫാമിലിയായിട്ടോ ബാച്ചിലേഴ്സായിട്ടോ കപ്പിൾസായിട്ടോ നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ യാത്രയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്മൾക്ക് വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു ട്രാവൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.